ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. മടക്കയാത്ര. ബദരിയിൽ നിന്നുള്ള മടക്കയാത്രയും ഭഗവാൻ ബാബ ദിവ്യലീലകളാൽ അവിസ്മരണീയമാക്കി. അരമേൽ അവർ യാത്ര ചെയ്തു കാണും. വഴിയിൽ ഒരു പുഴ, അതിൽ വെള്ളം കട്ടപിടിച്ച് പാലം പോലെ കിടക്കുന്നു, ഒരു മഞ്ഞുപാലം. ചിലയിടത്ത് മഞ്ഞ് ഉറച്ചിട്ടില്ല. അവിടെ ചവിട്ടിയാൽ കാൽ വഴുതി താഴേക്ക് കുത്തനെ പതിച്ചത് തന്നെ. ഭഗവാൻ ഓടിയെത്തിയിട്ട് പറഞ്ഞു, സൂക്ഷിക്കണേ, വടികൊണ്ട് തട്ടി നോക്കി ഉറപ്പുണ്ടോ എന്ന് അറിഞ്ഞു മാത്രം പാദങ്ങൾ വെക്കുക. ആദ്യം പുരുഷന്മാർ പോകൂ, പിന്നാലെ മതി സ്ത്രീകൾ. ഭഗവാൻ പറഞ്ഞത് കേട്ട് ഒരു സ്ത്രീ ചോദിച്ചു, സ്വാമി, ഇത്രയും ആളുകൾ പോയ ശേഷം ഞങ്ങൾ പോകുമ്പോൾ ഈ മഞ്ഞുകട്ട ഉടഞ്ഞു പോയാലോ? നീയും നിന്റെ സംശയവും. നടക്കൂ, ഭഗവാൻ ആജ്ഞാപിച്ചു. ലോകനിയന്താവിന്റെ കൽപ്പന അനുസരിക്കുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. എല്ലാവരും സുരക്ഷിതമായി മഞ്ഞുപാലം കടക്കും വരെ മഹാപ്രഭു പിന്നിൽ നോക്കി നിന്നു. ഇരുവശവും മഞ്ഞു പൊതിഞ്ഞ മലകൾ. സ്വാമിയുടെ മുഖകമലം ആ സൗന്ദര്യ ദർശനത്താൽ തുടുത്തു. ദ്വാപരയുഗത്തിൽ താൻ ആടിയ ബാലലീലകൾ ഓർമ്മിച്ചുവോ എന്തോ, ഗോപീഗോപന്മാരെ ഓർമ്മിച്ചുവോ എന്തോ. അവിടുന്ന് പെട്ടെന്ന് മഞ്ഞുപൊടി വരിയെടുത്ത് ഉരുട്ടി പന്ത് പോലെയാക്കി ഭക്തജനങ്ങളുടെ നേർക്ക് എറിഞ്ഞു. ഒരു നിമിഷം ഭക്തജനങ്ങൾ അമ്പരുന്നു. ഇതിനകം ഒന്നിനു പുറകെ ഒന്ന് എന്ന നിലയിൽ ആ ദിവ്യഹസ്തത്തിൽ നിന്നും ഉരുണ്ടു വെളുത്ത മഞ്ഞുപന്തുകൾ പറക്കാൻ തുടങ്ങി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്വാമി ഉറക്കെ പറഞ്ഞു, ഈ അവസരം ഇനി വീണ്ടും കിട്ടില്ല. നിങ്ങളും മഞ്ഞു ഉരുട്ടി പന്താക്കി എറിഞ്ഞു കളിക്കൂ. ഭക്തന്മാർ ശരിക്കും ആ അവസരം ആഘോഷിച്ചു. ഭഗവാൻ പല ഭക്തന്മാരുടെയും പോക്കറ്റിൽ മഞ്ഞു വാരിയിട്ട് രസിച്ചു. ഭഗവാന്റെ ഏറ് കൊള്ളാത്തവരായി ആരും ആ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. മഞ്ഞു വാരി ഉരുട്ടി തൃക്കരം വിറങ്ങലിച്ചു പോയി. ഗവർണർ ഓടിയെത്തി പറഞ്ഞു, സ്വാമി, മതി മതി, ഇത്രയും തണുപ്പ് തുടർച്ചയായി ഏറ്റാൽ ആരോഗ്യത്തിന് അപകടകരമാണ്. ഭക്തന്റെ പ്രാർത്ഥന കേട്ട് ആ നിമിഷം സ്വാമി നല്ല കുട്ടിയായി ശരിയെന്ന് തലയാട്ടി. ഗവർണർ മുന്നിൽ നടന്നു, പുറകെ സ്വാമിയും. പക്ഷേ ഇതിനിടയിൽ ഗവർണർ കാണാതെ മഞ്ഞു വാരി ഉരുട്ടി പുറകെ വരുന്നവരുടെ നേർക്ക് എറിഞ്ഞ് ഭഗവാൻ അവരെ ആനന്ദിപ്പിച്ചു. ഗോകുലലീല വീണ്ടും അരങ്ങേറിയതുപോലെ ഓരോ ഭക്തനും തോന്നി. അങ്ങനെ ആ യാത്ര വണ്ടി കിട്ടുന്ന ദിക്കിലെത്തി. പിന്നീട് കാറിലാണ് യാത്ര. ഋഷികേശിലെത്താൻ ഇനി 20 മൈൽ കൂടിയുണ്ട്. അപ്പോൾ ഭഗവാൻ കാർ നിർത്തി മറ്റുള്ള വാഹനങ്ങളും നിർത്തുവാൻ കൽപ്പിച്ചു. ആകാംക്ഷ പൂണ്ട് എത്തിയ ഭക്തസംഘത്തോട് അടുത്തുള്ള മല ചൂണ്ടി ഭഗവാൻ പറഞ്ഞു, ഈ മല ഇപ്പോൾ വഴുതി താഴെ വീഴും. വേഗം ചെറിയ സാധനങ്ങൾ എടുത്ത് അപ്പുറം കടക്കണം. മഞ്ഞുമല വീണ് വഴി മൂടിപ്പോകും. ഭഗവാന്റെ മുന്നറിയിപ്പ് കേട്ട് പരിഭ്രമത്തോടെ ഈശ്വരാംബ സ്വാമിയുടെ അരികിലെത്തി പറഞ്ഞു, സ്വാമി, അവിടെ നിന്നും മാറി നിൽക്കൂ. ആ മലയുടെ സമീപം നിൽക്കരുതേ. അത് പറയുമ്പോൾ അമ്മയുടെ തൊണ്ട ഇടറിയിരുന്നു. മിഴികൾ സജലങ്ങളായിരുന്നു. ഭഗവാൻ കരുണയോടെ പറഞ്ഞു, വേഗം നിങ്ങൾ എല്ലാവരും അപ്പുറം കടക്കുക. പുറകെ ഞാനും എത്തിക്കോളാം. ഭഗവാൻ അമ്മയെ മുന്നോട്ട് നയിച്ചു. പുറകെ സ്വാമിയും. എല്ലാവരും റോഡിനപ്പുറം കടന്നതും ഇടിമുഴക്കം പോലെ ശബ്ദമുയർന്നു. കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീണു. അതിന്റെ ആഘാതത്തിൽ ചുറ്റിനുമുള്ള മലകളും ഇടിഞ്ഞ് ചിതറിത്തെറിച്ചു. കൂറ്റൻ മല ഗംഗയിലേക്ക് കുത്തനെ വീണ് അതിൽ അണ്ടുപോയി. ആകെ ശബ്ദമയം. ഏതാനും മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. ഭക്തജനങ്ങൾ വഴിയുടെ ഇപ്പുറവും അപ്പുറവുമായി. 4-5 മണിക്കൂർ കൊണ്ടേ ഇനി പാത ഗതാഗത യോഗ്യമാകൂ. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഗവർണർ ഓരോരുത്തർക്കായി പോകാനുള്ള വഴി ഉണ്ടാക്കാൻ അധികാരികളോട് പറഞ്ഞു. അപ്പോഴേക്കും ഈശ്വരാംബ സ്വാമിയുടെ സമീപം എത്തി തൃക്കരത്തിൽ പിടിച്ച് മെല്ലെ വലിച്ചു മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചു. ഇനിയും മല ഇടിമെന്ന് ഭയമാണോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അമ്മയ്ക്ക് വിഷമമുണ്ടാകാതിരിക്കാൻ ഭഗവാൻ പിന്നാലെ നടന്നു. ഓരോരോ സ്ഥലങ്ങളിൽ വിശ്രമിക്കാനിരിക്കുമ്പോൾ ഭഗവാൻ ഭക്തസംഘത്തിന് സമീപം വരും. ഹിമാലയത്തിലെ ഓരോ സ്ഥലങ്ങളുടെയും പ്രാധാന്യവും ഐതിഹ്യവും വിവരിക്കും. നരനാരായണൻ, ഖണ്ഡാകർണൻ, കുബേരൻ ഇവരൊക്കെ എപ്രകാരം ബദരിയിൽ സന്നിധാനം ചെയ്തു എന്നതൊക്കെ അവിടുന്ന് വിവരിച്ചു. ഈശ്വരന്റെ തിരുമുഖത്തു നിന്നും പുണ്യചരിതം കേൾക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യം! ഒരിടത്ത് തങ്ങവേ ഭഗവാൻ ഈശ്വരാംബ കേൾക്കെ എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങൾ എന്താ ഷോപ്പിങ്ങിനൊന്നും പോകുന്നില്ലേ? രൂപയില്ലാത്തത് കൊണ്ടാണോ? എത്ര രൂപ വേണം? കീശയില്ലാത്ത അങ്കിയുടെ കീശയിൽ കൈയിടുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു. അമ്മ ഉടൻ പറഞ്ഞു, സ്വാമി, എങ്കിൽ ഒരു 5000 രൂപ തരൂ. ഓഹോ, അത്രയും മതിയോ? അതുകൊണ്ട് എന്ത് ചെയ്യാനാകും? അമ്മ ഉടൻ പറഞ്ഞു, അത് അത്രയും വലിയ തുക ഒന്നുമല്ല സ്വാമി. പിന്നീട് പ്രേമനിധിയായ ആ അമ്മ തുടർന്നു, തീർത്ഥാടനം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയല്ലേ. വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ സ്വാമി? അപ്പോൾ എന്റെ കൈവശമുള്ള പണമൊക്കെ തട്ടിയെടുക്കാനാ പരിപാടിയല്ലേ? കുസൃതിയോടെ സ്വാമി ചോദിച്ചു. സ്വാമിക്ക് എന്താ പണത്തിന് പഞ്ഞം? എനിക്ക് തരാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ലേ? അമ്മ പരിഭവപ്പെട്ടു. അമ്മയും മകനും തമ്മിലുള്ള തർക്കം കേട്ട് ഭക്തകളുടെ മിഴികളിൽ അനന്താശ്രുക്കൾ പൊടിഞ്ഞു. ഇതിനിടയിൽ ഗവർണറുടെ ഭാര്യ അനന്തലക്ഷ്മി അമ്മ പറഞ്ഞു,
സ്വാമി ഇതിനേക്കാളൊക്കെ നന്ന് നമ്മുടെ പ്രശാന്തി നിലയം തന്നെ. ഭക്തജനങ്ങൾ മുഴുവനും ആ അഭിപ്രായത്തോട് യോജിച്ചു. ഭഗവാൻ അരുളി, സത്യം തന്നെ, ഭർത്തിയേക്കാൾ നല്ലൊരു ദിക്കില്ല. പിന്നെന്തിന് നിങ്ങളെയൊക്കെ ക്ലേശിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നു? ഈ യാത്രയിലൂടെ അല്ലേ ആ അറിവ് നിങ്ങൾക്ക് കിട്ടിയത്? അതിനു തന്നെ മറ്റൊരു കാര്യം കൂടി തീർത്ഥയാത്രയ്ക്ക് ഉണ്ട്. വിഷയവാസനകൾ അകറ്റി ഭഗവാനെ ഹൃദയവാസിയാക്കുക, മർക്കട മനസ്സിനെ മെരുക്കാൻ പഠിക്കുക, എല്ലാറ്റിലും ഒരേ ഈശ്വരൻ എന്ന അദ്വൈതഭാവം പരിശീലിക്കുക. ഇതിനൊക്കെ ഉപകരിക്കുമ്പോഴേ തീർത്ഥാടനം അതിന്റെ ഗുണം ചെയ്യും. ഹിമാലയം. ശ്രീ കസ്തൂരിയുടെ വിവരണം. ഡൽഹിയിൽ നിന്നും ഹിമാലയൻ താഴ്വാരങ്ങളിലേക്കുള്ള ബാബയുടെ യാത്ര കാറിലായിരുന്നു. യാത്രാസംഘം ഋഷികേശത്തിലെത്തി. സ്വാമി ശിവാനന്ദയുടെ ഹിമവത് വിഭൂതി എന്നറിയപ്പെട്ടിരുന്ന മഹാസന്യാസിമാരിൽ ഒരാൾ. ശിഷ്യഗണങ്ങൾ ഭഗവാനെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ ശിവാനന്ദാശ്രമത്തിലെത്തി. മഹാതപസ്വിയായ ശിവാനന്ദ സ്വാമികൾ തൊഴുകയോടെ ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാൻ ബാബ പ്രത്യുത്തരമായി അഭയഹസ്തം ഉയർത്തി. അതിദിവ്യവും മനോഹരവുമായ ദിക്കിലായിരുന്നു ശിവാനന്ദാശ്രമം. ഒരു വശത്തുകൂടി ഒഴുകുന്ന ഗംഗ മാതൃവാത്സല്യത്തോടെ നൂറ്റാണ്ടുകളായി തന്റെ മക്കൾക്ക് അറിവും ഐശ്വര്യവും സമ്മാനിച്ച് നിരന്തരം ഒഴുകുന്ന ഗംഗാമാതാവ്. വശങ്ങളിൽ കാനനെ പട്ടുടുത്തു നിൽക്കുന്ന ധ്യാനനിഷ്ഠനായ ഹിമവാൻ. ആ ഗംഭീര സാന്നിധ്യം തന്നെ മുമുക്ഷുക്കൾക്ക് മോക്ഷവും ഗൃഹസ്ഥന് ശാന്തിയും ഐശ്വര്യവും സമ്മാനിക്കുന്നു. മാനവന്റെ മനസ്സ് വരുത്തിക്കൂട്ടിയ മാലിന്യത്തെ തുടച്ചു കളയാനായി ഇന്നിതാ ഹിമവൽ ഭൂമിയിൽ ശ്രീപരമേശ്വരൻ സത്യസായി സ്വരൂപത്തിൽ ആഗതനായിരിക്കുന്നു. ഭഗവത് സാന്നിധ്യത്താൽ ഹിമാലയത്തിലെ കാലാവസ്ഥ തെളിഞ്ഞതായിരുന്നു. അത് പ്രത്യേകം അവിടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ പരാമർശിക്കുക പോലും ഉണ്ടായി. പിറ്റേ ദിവസം ആശ്രമ അന്തേവാസികളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി ഭഗവാൻ സത്സംഗം നടത്തി. ഭഗവാൻ അരുളി, സമുദ്രത്തിലേക്ക് പായുന്ന ഗംഗയെ ശ്രദ്ധിക്കൂ. തന്റെ ലക്ഷ്യത്തിലെത്താനായി എത്ര വേഗത്തിലാണ് ഗംഗ ഒഴുകുന്നത്. താൻ ജനിച്ചത് സ്വാഗതത്തിൽ നിന്നാണെന്ന് ഓരോ നദിക്കും അറിയാം. ഇതുപോലെ തന്നെയാണ് ശരിയായ സന്യാസി. തന്റെ ഉറവിടമായ ഈശ്വരനിലേക്കാണ് സന്യാസി യാത്ര ചെയ്യുന്നത്. വഴിയിലുള്ള തടസ്സങ്ങളെ ഗംഗ തട്ടി തകർക്കും പോലെ എല്ലാ പ്രതിബന്ധങ്ങളെയും സന്യാസി മറികടക്കണം. ഈ ആശ്രമത്തിന്റെ നിശബ്ദത പ്രശംസനീയമാണ്. ആത്മീയോന്നതി നേടാൻ ഉചിത സ്ഥാനമാണിത്. മടക്കയാത്രയ്ക്ക് മുമ്പേ ഭഗവാൻ വസിഷ്ഠ ഗുഹ സന്ദർശിച്ച് പുരുഷോത്തമാനന്ദ സ്വാമികളെ അനുഗ്രഹിക്കുകയും ജ്യോതിർപത്മനാഭ ദർശനം നൽകി ധന്യനാക്കുകയും ചെയ്തു. മഹായോഗേശ്വരോ സായി എന്ന ഭാഗത്ത് ശിവാനന്ദ, പുരുഷോത്തമാനന്ദ എന്നിവരെ വിവരിക്കുന്നുണ്ട്. വസിഷ്ഠ ഗുഹയിൽ നിന്നും മടങ്ങുമ്പോൾ പെട്ടെന്ന് സ്വാമി ബാഹ്യബോധം വിട്ടു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പൂർവാവസ്ഥയിലായി. ഈ അവസ്ഥാന്തരത്തിന്റെ കാരണം തിരക്കിയപ്പോൾ ഒരു യോഗിയോട് സ്വാമി അരുളി, ഒരു മഹായോഗി ഇപ്പോൾ ഗംഗയിൽ മുങ്ങി മരിക്കുമായിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ പോയതാണ്. അന്തേവാസികൾക്ക് അമ്പരപ്പ്, അതിശയം, ജിജ്ഞാസ, ചിലർക്ക് സംശയം. ഒരു 100 ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉയർന്നു. ഭഗവാൻ ചോദ്യങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അരുളി, ആ യോഗി ആരാണെന്ന് സുബ്രഹ്മണ്യം പറയും. അതോടെ ഭക്തസംഘം സുബ്രഹ്മണ്യത്തെ തേടി ഓട്ടമായി. അവർ സുബ്രഹ്മണ്യത്തെ കണ്ടെത്തി കൊണ്ടുവന്നു. ഭഗവാൻ പുഞ്ചിരിയോട് ചോദിച്ചു, സായാഹ്നത്തിൽ നിങ്ങൾ വസിഷ്ഠ ഗുഹയിലായിരുന്നല്ലോ, എന്താണ് അവിടെ കണ്ടത്? സുബ്രഹ്മണ്യൻ കുറ്റബോധത്തോടെ പറഞ്ഞു, സ്വാമി ക്ഷമിക്കണേ, ഇതിനു മുമ്പേ ഞാനിത് പറയേണ്ടതായിരുന്നു. ഗംഗാനദിയിലൂടെ ഒരു ശവം ഒഴുകുന്നത് ഞാൻ കണ്ടു. അതൊരു നല്ല കാഴ്ചയല്ലാത്തത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു, അത് ശവമായിരുന്നില്ല, അതൊരു യോഗിയായിരുന്നു. അഗാധ സമാധിയിൽ ആണ്ടുപോയതിനാൽ തനിക്ക് പറ്റിയ ദുരിതം അദ്ദേഹം അറിഞ്ഞില്ല. ഗംഗാതീരത്തിനരികിലെ പാറയിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു അദ്ദേഹം. ഗംഗയിലെ ഒഴുക്ക് അദ്ദേഹം ഇരുന്ന പാറക്കഷ്ണത്തിനിടയിലെ മണൽ മെല്ലെ ഇളക്കി വിട്ടു. താമസിയാതെ ആ പാറയും ഗംഗയിൽ വീണു. ധ്യാനനിമഗ്നനായ അദ്ദേഹം അതൊന്നും അറിഞ്ഞില്ല. കുറെ ഒഴുകിക്കഴിഞ്ഞപ്പോഴാണ് യോഗി കണ്ണു തുറന്നതും തനിക്ക് പറ്റിയ ദുരന്തം അറിഞ്ഞതും. അദ്ദേഹം ഈശ്വരനെ വിളിച്ചു. ഞാൻ ഉടനെ എത്തി വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ഒരു ഭക്തൻ വെളിപ്പെടുത്തിയത് ഭയജനകമായ കാര്യങ്ങൾ. ആ യോഗി ഏകദേശം 30 മൈലോളം ഒഴുകിയതിനു ശേഷമാണ് രക്ഷിക്കപ്പെട്ടത്. ആ സമയം അദ്ദേഹത്തിന്റെ മാറിനെ ദിവ്യമായ കൈത്തലം പൊത്തിപ്പിടിച്ച പോലെ അനുഭവപ്പെട്ടു. ഹൃദയമിടിപ്പ് സംരക്ഷിക്കാനായി ആത്മാർത്ഥമായി ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കുന്നവരുടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഈശ്വരന്റെ തൃക്കരങ്ങളിൽ തന്നെ. ഏതു നാമത്തിൽ വിളിച്ചാലും സായീശ്വരൻ ഓടിയെത്തും. ഈശ്വരന് വേണ്ടി അർപ്പിച്ച ജീവിതം സംരക്ഷിക്കേണ്ടത് അവിടുത്തെ ചുമതലയല്ലേ? ഏതു പേരിൽ ഈശ്വരനെ ആര് വിളിച്ചാലും അവനെ തുണയ്ക്കേണ്ടത് തന്റെ ദൗത്യത്തിന്റെ ഭാഗമാണ്. ഭഗവാൻ ബാബ പറഞ്ഞു. ക്ലേശപൂർണമായേക്കാവുന്ന ഹിമാലയൻ യാത്ര ക്ലേശരഹിതമായി തീർത്തു സ്വാമി. ആകാശത്ത് തെറുത്തു കയറി താണ്ഡവം നടത്താൻ ഒരുമിടുന്ന കാർമേഘക്കൂട്ടത്തെ നോക്കി മൃദു ഗംഭീര സ്വരത്തിൽ ഭഗവാൻ അരുളി, ഭയപ്പെടേണ്ട, നിങ്ങൾ ഋഷികേശത്ത് ചെല്ലുന്നതുവരെ മേഘങ്ങളെ ഞാൻ നിയന്ത്രിച്ചു കൊള്ളാം. യാത്രാസംഘം ജോഷി മഠത്തിലെത്തി. ഇനി ബദരിയിലേക്ക് 18 മൈൽ നടക്കണം.
ശ്രീ ശങ്കരാചാര്യർ ജോഷിമഠത്തിൽ വെച്ചാണ് ഉപനിഷത്തുക്കൾക്കും ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം രചിച്ചത്. ബദരിയിൽ ആദിശങ്കരൻ മഠം സ്ഥാപിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. ടിബറ്റിൽ നിന്ന് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ബുദ്ധമത ശക്തികളെ, വേദാനുശാസനങ്ങളെ നിരാകരിക്കുന്ന ബുദ്ധാനുയായികളെ ചെറുത്തു നിൽക്കുന്നതിനുള്ള ശ്രമമായിരുന്നു അത്. ഇന്നും സനാതന ധർമ്മത്തിന് അതുവഴി തന്നെ വരാവുന്ന അതിനേക്കാൾ ഭീകരമായ അപകടത്തെ തടുക്കാൻ തന്നെയാണ് ഭഗവാൻ ബാബ ബദരി യാത്ര ചെയ്തതിന്റെ രഹസ്യമെന്ന് ശ്രീ കസ്തൂരിക്ക് ജോഷിമഠത്തിൽ ചെന്നപ്പോൾ ഉറപ്പായി. കാൽനടയാത്രക്കിടയിൽ കയറ്റം കയറുന്നതിനിടയിൽ ബാബ ചിലയിടത്തിരിക്കും. പുരാണ കഥകൾ പറഞ്ഞ് സംഘാംഗങ്ങളെ ഉന്മേഷവാന്മാരാക്കും. വീണ്ടും കയറും. ഒരിടത്ത് ചെന്നപ്പോൾ സ്വാമി ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു. വഴിയിലൂടെ തീർത്ഥാടകർ പലരും പോകുന്നു. പാറയുടെ മുകളിലിരിക്കുന്ന സാക്ഷാൽ നാരായണനെ അവരാരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയാം. കാരണം എല്ലാവരും തങ്ങളുടെ തന്നെ മനോരാജ്യത്തിന്റെ തടവിലാണല്ലോ. അകത്തേക്കോ പുറത്തേക്കോ നോക്കി കാണേണ്ടത് കാണാൻ മനോരാജ്യത്തിന്റെ തടവിൽ കിടക്കുന്ന നമുക്ക് എങ്ങനെ സാധ്യമാകും? പക്ഷേ ഇതിനിടയിലും കാണേണ്ടത് കാണാൻ കഴിയുന്നവരുണ്ട്. വഴിയിലൂടെ പോകുന്ന ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീ ബാബയെ ശ്രദ്ധിച്ചു. അവർ വല്ലാതായി. തിടുക്കത്തിൽ ബാബയുടെ സമീപം എത്തി. ബദരി വിശാലിന്റെ ദർശനം കഴിഞ്ഞിറങ്ങുകയായിരുന്നു അവർ. ഭഗവാൻ ബാബയുടെ തൃപ്പാദത്തിൽ അവർ നമസ്കരിച്ചു. സ്വാമി അഭയമുദ്ര കാണിച്ച് അനുഗ്രഹം ചൊരിഞ്ഞു. സ്വാമി ബദരിയിലേക്കുള്ള യാത്രയിലാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അതിയായ ആഗ്രഹത്തോടെ തിരക്കി. സ്വാമി എന്നെയും കൂടെ കൊണ്ടുപോകണേ. കഠിനമായ കയറ്റവും ഇറക്കവും കഴിഞ്ഞിറങ്ങി വന്ന അവർ ക്ഷീണം മറന്നുപോയി. ഭഗവാനൊപ്പം യാത്ര ചെയ്യാനുള്ള അവസരത്തിനായി സ്വാമിയെ ആദ്യമായി കാണുന്ന അവരുടെ മനം വെമ്പൽ കൊണ്ടു. ഭഗവാൻ അതീവ കാരുണ്യത്തോടെ അരുളി, നിനക്കിപ്പോ എന്റെ ദർശന സംഭാഷണങ്ങൾ ലഭിച്ചില്ലേ? ഇനി എന്തിന് വീണ്ടും ക്ലേശിക്കണം? എന്റെ കൂടെ വന്നാലും ഇനി വേറെ എന്ത് ലഭിക്കാനാണ്? സത്യത്തിൽ നിനക്ക് ദർശനം സമ്മാനിക്കാനായി ഞാനിവിടെ കാത്തിരുന്നതാണ്. ഈ പ്രസാദവും സ്വീകരിച്ച് സന്തോഷമായി പോകൂ. ലോകത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഏത് നാമത്തിലും രൂപത്തിലുമാകട്ടെ ആത്മാർത്ഥമായി ഈശ്വരനെ തേടുന്നുവെങ്കിൽ അവനെ രക്ഷിക്കേണ്ട ചുമതല എന്റേതാണ് എന്ന് പലപ്പോഴും അരുളിയിട്ടുള്ള സായിയുടെ അമൃതവചനങ്ങൾ ഇപ്പോൾ ഭക്തസംഘത്തിലുള്ളവരുടെ മനസ്സിൽ ഉണർന്നു. ബദരിയിൽ ഭക്തന്മാർക്കൊപ്പം ആനന്ദലീല ആടുമ്പോഴും സായിശ്വരുടെ മനസ്സിൽ പ്രശാന്തി നിലയത്തിൽ തന്നെ കാണാൻ വെമ്പൽ പൂണ്ടിരിക്കുന്നവരും ഉണ്ടായിരുന്നു. ബാബ ബദരിയിൽ നിന്നും അവർക്ക് കത്തെഴുതി. പ്രിയമുള്ളവരെ, സദാ സർവേശ്വരനെ സ്മരിക്കുക. ജപിച്ചോ, എഴുതിയോ, ധ്യാനിച്ചോ, ജപമാല ഉരുട്ടിയോ, വിഗ്രഹത്തിലോ ചിത്രത്തിലോ പൂജിച്ചോ എപ്പോഴും ഭഗവാനെ ഓർക്കൂ. ഈശ്വരനാമം സദാ ജപിക്കൂ. ഇങ്ങനെ ചെയ്യുന്നതാണ് യഥാർത്ഥ തീർത്ഥയാത്ര. അങ്ങനെ ജീവിതം നയിക്കുന്നവർ സമസ്ത ദേവാലയം ദർശിച്ചു കഴിഞ്ഞു. ഈ വിധം മനസ്സുയർത്തിയാൽ ബദരി വിശാൽ നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണപ്രഭ തൂകും. മനോനിയന്ത്രണം സാധിക്കുന്നില്ലെങ്കിൽ ബദരി യാത്ര പാഴ്ചിലവും അലച്ചിലും മാത്രമായി തീരും. മറ്റുള്ളവർ പോയതിനൊപ്പം പോകാൻ കഴിയാത്തതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. നാരായണൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതിനാൽ അദൃശ്യനായ സമീപസ്ഥനായ ഭഗവാനെ സ്മരിച്ച് സന്തോഷത്തോടെ ഇരിക്കും. ജൂലൈ 4 പ്രശാന്തി നിലയത്തിൽ എത്തിയ ബാബ ഹിമാലയ വിശേഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കിട്ടു. കൂടെ വരാത്തവർക്കായി ഗംഗോത്രിയിലെ ദിവ്യജലം സൃഷ്ടിച്ച് തീർത്ഥമായി നൽകി. തന്നോടൊത്ത് തീർത്ഥാടനത്തിന് വരാൻ കഴിയാത്തവരോടായി ഭഗവാൻ അരുളി, ഈശ്വര കൃപ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഭാഗ്യം സ്മരിക്കുക. ദൈനംദിന ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക. വാക്കും പ്രവൃത്തിയും സ്വഭാവവും ഉത്കൃഷ്ടമാക്കുക. മറ്റുള്ളവർ അത് കണ്ട് മാതൃകയായി സ്വീകരിക്കട്ടെ. ശ്രീശങ്കരൻ ശ്രീമൻ നാരായണനെ ബദരിയിൽ പ്രതിഷ്ഠിച്ചു. നിങ്ങൾ നാരായണനെ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ഈ ആഹ്വാനം നമുക്കും കൂടി വേണ്ടിയാണ് മഹാപ്രഭു അരുളിയതെന്ന് മറക്കരുത്. ഭഗവത് കൃപ അനന്തമായ കൃപയാണ് ഭഗവാനിൽ നിന്ന് അന്ന് യാത്ര ചെയ്ത മഹാസുഹൃതികൾ അനുഭവിച്ചത്. പ്രേമസാഗരമായ ഭഗവാന്റെ കാരുണ്യം അറിയാൻ ഒരു സംഭവം കേൾക്കൂ. വിജയകുമാരി എന്ന ഭക്ത, അന്യഥാ ശരണം നാസ്തി ഗ്രന്ഥകർത്തി, അവർക്കും ഭഗവാനൊപ്പം ഹിമാലയത്തിൽ പോകണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള പണം അത്രയും എങ്ങനെ സംഘടിപ്പിക്കും? അതോർത്തപ്പോൾ വിഷമം. ഒരു സുഹൃത്ത് പറഞ്ഞു, ഭഗവാനോട് പറയാമായിരുന്നില്ലേ? ഈ സംസാരം നടക്കുമ്പോൾ സ്വാമി കയറി വന്നു. എന്താ ചർച്ച? സർവാന്തര്യാമി തിരക്കി. എനിക്കും വരണമെന്നുണ്ട് വിക്കി വിജയകുമാരി പറഞ്ഞു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, കൊള്ളാം, നാളെയല്ലേ യാത്ര? ഇത്ര ദിവസം എന്തായിരുന്നു നിന്റെ ചിന്ത? എല്ലാവരും പോയ ശേഷം ചോദിക്കാമായിരുന്നില്ലേ? ഇനി സീറ്റ് ഒഴിവില്ല. ഇതും പറഞ്ഞ് സ്വാമി മടങ്ങി. വിജയകുമാരി ഏങ്ങലടിച്ചു പോയി. യാത്ര തുടങ്ങുന്ന ദിവസം എല്ലാവരും ഒരുങ്ങിയിറങ്ങി. ഭഗവാൻ ഭക്തന്മാർക്ക് പാദനമസ്കാരം നൽകി. വിജയകുമാരി മാറി നിൽപ്പുണ്ട്. അവരെ നോക്കി വിസ്മയത്തോടെ ഭഗവാൻ തിരക്കി, നീ പോയില്ലേ ഇതുവരെ? അടക്കി പിടിച്ച നൊമ്പരം ഏങ്ങലടിയായി ഉയർന്നു. അത് കേട്ടുവന്ന സുശീലാമ്മ കാര്യം തിരക്കി. ഭഗവാൻ പറഞ്ഞു, അവൾക്ക് ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന്. ഇപ്പോൾ എന്താ ചെയ്യുക? എല്ലാവരും പൊട്ടിച്ചിരിച്ചു. സ്വാമി തുടർന്നു, പോത്തു തന്നെ. ഇത്രയും ദിവസം മിണ്ടാതിരുന്നിട്ട് ബദരിക്ക് നമ്മോടൊപ്പം വരണമെന്ന് പറയുന്നു. ടിക്കറ്റ് ഇല്ല, എന്ത് ചെയ്യും? സ്വാമി പോയി ഏതാനും നിമിഷത്തിനകം തിരിച്ചെത്തി. ഉറക്കെ ചോദിച്ചു, കുമാരമ്മ, നീ ബദരിക്ക് വരുന്നുവോ? എങ്കിൽ വേഗം ഒരുങ്ങൂ. ഭഗവാൻ തിടുക്കം കൂട്ടി. സ്വാമി,
മണി 10 കഴിഞ്ഞു. 11 മണിക്കാണ് ട്രെയിൻ. സ്വാമി, ഞാനൊന്നും എടുത്തിട്ടില്ല, വസ്ത്രം പോലും, കുമാരമ്മ പരിഭ്രമത്തോടെ പറഞ്ഞു. ഇത്രയും നേരം വരണമെന്ന് കരച്ചിൽ, ഇപ്പോൾ മുടന്തൻ ന്യായം പറയുന്നുവോ? നീ വരുന്നോ? ഭഗവാന്റെ ദേഷ്യപ്രകടനം. വരാൻ സ്വാമി, വിജയമ്മ തിടുക്കത്തിൽ പറഞ്ഞു. ഇനിയിപ്പോ നിന്റെ ഭർത്താവിന്റെ അനുവാദം വാങ്ങണ്ടേ? ഭഗവാൻ അത് പറഞ്ഞപ്പോഴേക്കും വിജയമ്മയുടെ ഭർത്താവ് അവിടെ എത്തി. സ്വാമി എല്ലാവരും കേൾക്കെ ചോദിച്ചു, ദേ, വിജയകുമാരിക്ക് ബദരിയിലേക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്ന്. ഞാൻ കൊണ്ടുപോകട്ടെ? നീ എന്തു പറയുന്നു? പൊടുന്നനെയുള്ള ചോദ്യം കേട്ട് അദ്ദേഹം പകച്ചുപോയി. പെട്ടെന്ന് സമനില വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, ഭഗവാനൊപ്പം പോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഭക്ത എല്ലാ കടമ്പകളും കടന്ന് യാത്രയായി. വേണ്ടത്ര വസ്ത്രമോ തണുപ്പിൽ ധരിക്കാനുള്ള വകകളോ ഒന്നും എടുക്കാതെയാണ് കുമാരമ്മ യാത്ര തിരിച്ചത്. ആനന്ദത്തോടെ ഭജനയും പാടി അവർ തീവണ്ടി യാത്ര അവിസ്മരണീയമാക്കി. ഭക്തസംഘം ഡൽഹിയിലെത്തിയപ്പോൾ ഒരാൾ വന്ന് ഒരു ബാഗ് കുമാരമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സ്വാമി തന്നുവിട്ടതാണ്. ഇതിൽ സോക്സ്, ഷാള്, ഗ്ലൗസ് എല്ലാം ഉണ്ട്. കാരുണ്യമൂർത്തിയായ സായി മാതാവിന്റെ കരുതലോർത്ത് അവർ വിതുമ്പി വിതുമ്പി കരഞ്ഞു. ഭക്തസംഘത്തിലെ ഓരോരുത്തർക്കും ഇങ്ങനെ എത്ര അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഓം തത്സത്.